ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു എ കെ സ് ടെക് ഇൻഫോ ചാനൽ. അപ്പോൾ ഇന്നൊരു പുതിയ വിശേഷമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും സംശയമാണ്, നമ്മൾ ഉദയസൂര്യനെയും അതുപോലെ തന്നെ ചന്ദ്രനെയും അല്ലെങ്കിൽ അസ്തമിക്കുന്ന സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ നിങ്ങൾ ഇനി നോക്കിയാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും വളരെ വലുതായിട്ടാണ് കാണുന്നത് അല്ലേ. എസ്പെഷ്യലി സൂര്യൻ എന്തായാലും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ വലുതായിട്ട് തന്നെയായിരിക്കും ഉദയസൂര്യനെയും അസ്തമയ സൂര്യനെയും കാണുക. ചന്ദ്രനെ നിങ്ങൾ കാണുന്നതിൽ ഇത്ര വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാറില്ല, എന്നാലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അല്ലേ, ഇത് എന്തുകൊണ്ടായിരിക്കും. ഞാനും വളരെ ചെറുതായിരുന്ന സമയത്തൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ഒരുപാട് ദൂരത്തായിരിക്കും, അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ ഒരുപാട് അടുത്തായിരിക്കും, അതുകൊണ്ട് വലുതായിട്ട് കാണുന്നു. കുറച്ച് കഴിയുമ്പോൾ അതിന് ചെറുതായിട്ട് കാണുന്നു. നമുക്ക് പകൽ സമയത്തൊന്നും സൂര്യനെ നോക്കാൻ പറ്റില്ല, എന്നാലും നമ്മൾ മുമ്പ് ഗ്രഹണമൊക്കെ കാണുന്ന സമയത്ത് കണ്ടപ്പോൾ അത് ചെറുതായിട്ടാണ് കണ്ടിരിക്കുന്നത്. വീണ്ടും നിങ്ങൾ അസ്തമിക്കുന്ന സമയത്ത് നോക്കുകയാണെങ്കിൽ സൂര്യൻ വലുതായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ സിംപ്ലി നമ്മളതങ്ങ് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുത്തിരിക്കുകയാണ്. അസ്തമയ സൂര്യൻ വലുതാണ്, അതുപോലെ ഉദയ സൂര്യൻ വലുതാണ്. അത് എന്തുകൊണ്ടായിരിക്കും? അപ്പോൾ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഉദിക്കുന്ന സൂര്യൻ വളരെ അടുത്താണ്, അല്ല അതുകൊണ്ട് വലുതായിരിക്കും, അങ്ങനെയൊക്കെയാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. നമുക്ക് ശരിയായ അതിൻ്റെ ഒരു കാരണം നോക്കാം എന്തുകൊണ്ടാണ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ സൂര്യൻ്റെയൊക്കെ നമുക്ക് കുറച്ച് അസ്തമയ സൂര്യന് ഇത് നമ്മൾ കാണിച്ചിരിക്കുകയാണ്, കുറേ വലുതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇത് അസ്തമിക്കാൻ പോകുന്ന സൂര്യനാണ്, ഒരു ഉദയ സൂര്യൻ, ഇതെല്ലാം വലുതായിട്ടാണ് കാണുന്നത് അല്ലേ. നമുക്ക് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് സൂര്യൻ എങ്ങനെയാണ് ഉദിക്കുന്നത്? നമുക്കറിയാം, സൂര്യൻ ഒരു സ്ഥലത്ത് കോൺസ്റ്റൻ്റ് ആണ്, തൽക്കാലം നമുക്ക് അങ്ങനെ വിചാരിക്കാം. ഭൂമി ഇങ്ങനെ കറങ്ങാണ്. അപ്പോൾ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് മിഡ് നൈറ്റിലാണ്. ഒരാൾ ഭൂമിയുടെ ഒരു സൈഡിൽ നിൽക്കുകയാണ്. അയാളെ സംബന്ധിച്ചപ്പോൾ ഇപ്പോൾ അർദ്ധരാത്രിയാണ്. അയാൾ സൂര്യൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണുള്ളത്, നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇയാൾ നിൽക്കുന്നത്. അപ്പോൾ അർദ്ധരാത്രിയാണ് അയാളെ സംബന്ധിച്ചിടത്തോളം, മിഡ് നൈറ്റ്, എങ്ങും കൂരാക്കൂരിരുട്ട്. അപ്പോൾ നമുക്കറിയാം, ടോട്ടൽ നമ്മളിപ്പോൾ എടുക്കുന്ന 24 മണിക്കൂറാണ് ഭൂമി സ്വയം അച്ചുകൊണ്ട് കറങ്ങി വരാൻ എടുക്കുന്ന സമയം. അപ്പോൾ നമ്മൾ 6 മണിക്കൂർ കഴിഞ്ഞു. 6 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമുക്ക് സൂര്യോദയം കാണാൻ പറ്റും. അപ്പോൾ സൂര്യോദയം കാണുന്ന സമയത്ത് നമ്മൾ നോക്കുക, നമ്മൾ സൂര്യനിലേക്കുള്ള ദൂരം എത്രയാണ്? ഇവിടെ ചുമന്ന ലൈനിൽ കാണിച്ചിരിക്കുന്നതാണ് നമ്മൾ സൂര്യനിലേക്കുള്ള ദൂരം. ഇനി നമ്മളൊരു 6 മണിക്കൂറോടെ കഴിഞ്ഞാൽ എന്താ? ഇതിപ്പം 6 AM, മോർണിംഗ് 6 AM ആണ്, ഉച്ചയ്ക്ക് 12 മണി. ഇത് ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ 23 ഡിഗ്രി ചരിവൊന്നും ഇവിടെ കൺസിഡർ ചെയ്തിട്ടില്ല. വളരെ സിമ്പിളായിട്ട് കുറച്ച് കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ 23 ഡിഗ്രി ഉച്ചയ്ക്ക് 12 മണി. അപ്പോൾ സൂര്യൻ നമ്മുടെ നേരെ തലയ്ക്ക് മുകളിലാണ്. അപ്പോൾ ദൂരം ഒന്ന് കുറഞ്ഞതായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലേ. ഈ കാണിച്ചിരിക്കുന്ന പോലെ ദൂരം കൃത്യമായി കുറയത്തൊന്നുമില്ല കേട്ടോ. ഇത് തമ്മിൽ വളരെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, എന്നാലും നമുക്ക് നോക്കാം. ഇനി നമ്മൾ ഈവനിങ് 6, അപ്പോൾ സൺസെറ്റായി. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന എന്താണ്? നമ്മൾ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ശരിക്കും സൂര്യനിലേക്കുള്ള ദൂരം വളരെ കൂടുതൽ. ഉച്ചയ്ക്ക് എന്താണ്? സൂര്യനിലേക്കുള്ള ദൂരം കുറവ്. വീണ്ടും വൈകുന്നേരം ആകുമ്പോൾ എന്താണ്? സൂര്യനിലേക്കുള്ള ദൂരം കൂടുതലാണ്. അപ്പോൾ ദൂരം കൂടുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ സൂര്യനെ വലുതായിട്ട് കാണുന്നത്. അതിലെന്തോ പ്രശ്നമുണ്ടല്ലോ. ശരിക്കും നമ്മൾ സൂര്യനെ അല്ലെങ്കിൽ ചന്ദ്രനെ ഈ സെറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ല നമുക്ക് സൂര്യൻ്റെ കാര്യം മാത്രം എടുക്കാം, ദൂരം കൂടുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവയെ വളരെ വലുതായിട്ട് കാണുന്നത്. അതിലെന്തോ പ്രശ്നമുണ്ടല്ലേ, നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതായിട്ടും. പക്ഷേ നമുക്ക് വേറൊരു കാര്യം അറിയാം. നമുക്ക് റൈസിങ് സൺ അല്ലെങ്കിൽ ഉദിക്കുന്ന സൂര്യനെ അസ്തമിക്കുന്ന സൂര്യനെയും ചുമന്ന കളർ കാണുന്നതിൻ്റെ യഥാർത്ഥ കാരണം ഇതാണ്. എന്താണ്? ഈ റേസില്ലേ, സൂര്യനിൽ നിന്ന് വരുന്ന റേസ് ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ വരുമ്പോൾ അത് സ്കാറ്റർ ചെയ്തിട്ട് പോകുന്നുണ്ട്. അതിൽ നിന്ന് ചുമന്ന, ഇപ്പോൾ നമുക്കറിയാം പ്രകാശം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വൈദ്യുത കാന്തിക തരംഗമാണ്. അതിനകത്തുള്ള ചുമന്ന തരംഗത്തിൻ്റെ ആവൃത്തി വളരെ കൂടിയത് കാരണം അത് മാത്രമേ നമ്മുടെ കണ്ണിലെത്തുന്നുള്ളൂ. ബാക്കിയെല്ലാം എന്ത് ചെയ്യാണ്? സ്കാറ്റർ ചെയ്ത് പോകുന്നതുകൊണ്ട് ചുമന്നത് മാത്രം കണ്ണിലെത്തുന്നതുകൊണ്ടാണ് നമ്മൾ ചുമന്നതായിട്ട് കാണുന്നത്. അപ്പോൾ ചുമന്നതായിട്ട് കാണുന്നതിനുള്ള റീസൺ ഇതാണ്, ദൂരം ഒന്ന് കൂടുന്നതുകൊണ്ടാണ്. പക്ഷേ വലുതായിട്ട് കാണുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഒരുപാട് കാലങ്ങൾ മനുഷ്യൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടായിരിക്കും വലുതായിട്ട് കാണുന്നത്. സയൻറ്റിഫിക്കായിട്ട് നമുക്ക് എക്സാക്റ്റ് ഒരു ആൻസർ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഒരു ആൻസർ കണ്ടുപിടിച്ചത് ഒരു സൈക്കോളജിസ്റ്റാണ്. ഇത് നമ്മൾ സാധാരണയായിട്ട് പറയുന്നത് എബിംഗ്ഹോസ് ഇല്യൂഷൻ എന്നാണ്. അപ്പോൾ ഈ എബിംഗ്ഹോസ് ഇല്യൂഷനാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത് 2 വൃത്തങ്ങളാണ്. ഈ 2ന് ഒരേ കളറാണ്, 2 ഒരേ ഇമേജ് തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം, ഈ ആദ്യത്തെ ഇമേജിൻ്റെ ചുറ്റിലും വലിയ കുറേ ഇമേജ് വെച്ചിട്ടുണ്ട്.
രണ്ടാമത്തെ ഇമേജിൻ്റെ ചുറ്റിലും ചെറിയ കുറേ ഇമേജ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചുറ്റിലും ചെറിയ കുറേ ഇമേജുള്ള ഈ സാധനത്തിന് നമ്മൾക്ക് വളരെ വലുതായിട്ട് തോന്നും. അപ്പം ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൂര്യൻ വലുതായിട്ട് കാണുന്നതായിട്ട് വേണമെങ്കിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ഉദിച്ചു വരുന്ന സൂര്യനെ നമ്മൾ കാണുന്ന സമയത്ത് ഭൂമിയിൽ നമുക്കറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഭൂമിയിൽ നമുക്കറിയാവുന്ന കാര്യം ഇവിടെ രണ്ടാമത്തെ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്, ഉദിച്ചു വരുന്ന സൂര്യനെ കാണുമ്പം ഭൂമിയിലെ മരങ്ങളും വൃക്ഷങ്ങളും അതുപോലെ തന്നെ ചക്രവാളം വരെ നമുക്ക് കാണാം. അപ്പം നമുക്കറിയാവുന്ന വലുപ്പമാണ് അവിടെ കാണുന്നത്. അതുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യുന്നത്? സൂര്യൻ്റെ വലുപ്പത്തെ പ്രോസസ്സ് ചെയ്യുന്നത് അല്ലേ? അങ്ങനെ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അറിയാവുന്ന ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത് കാരണം ഈ സൂര്യനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ വലുതായിട്ട് കാണാൻ പറ്റും. അതായത് കുറേ ചെറിയ ഒബ്ജക്റ്റ് അടുത്തുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നു? സൂര്യനെ നമുക്ക് വലുതായിട്ട് കാണാൻ പറ്റുന്നു. എന്നാൽ ഇവിടെ കൊടുത്തിരിക്കുന്ന പോലെ വളരെ വലിയൊരു സ്ഥലത്തുള്ള സെയിം ഒബ്ജക്റ്റിനെ നമ്മൾ കുറച്ച് ചെറുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. അപ്പോൾ സൂര്യൻ നമ്മുടെ നേരെ മുകളിലാണെങ്കിൽ അപ്പം നമ്മൾ ആകാശത്തേക്കാണ് നോക്കുന്നത്. അപ്പോൾ ആകാശത്തേക്ക് നോക്കുന്ന സമയത്ത് മറ്റ് ഒബ്ജക്ട്സ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണ്, നമുക്ക് നേരെ അങ്ങനെ നോക്കാൻ പറ്റില്ല, എന്നാലും നോക്കിയാൽ നമുക്ക് വളരെ ചെറുതായിട്ട് കാണും. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വേറെ പല കാര്യങ്ങളും പറയുന്നുണ്ട്, എന്നാലും എബിംഗ്ഹോസ് ഇല്യൂഷനാണ് ഇപ്പോൾ സൂര്യനെ ഉദയാസ്തമയ സമയങ്ങളിൽ വലുതായി കാണുന്നതിന് പരക്കെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ വിശേഷങ്ങൾ നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു വിശേഷമായിരുന്നു, അത് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമെന്ന് കരുതി വന്നതാണ്. നമ്മുടെ ഇനിയും പുതിയ വിശേഷങ്ങളും പുതിയ കാര്യങ്ങളും പുതിയ ശാസ്ത്ര അറിവുകളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കാണാം.